മോചനം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. മാത്രമല്ല അതിനേക്കാളൊക്കെ ഉപരി ആ സ്ത്രീകളുടെ സാമൂഹിക അന്തസ്സുയർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കരയോഗത്തിൻ്റെ ഭാരവാഹികളും വനിതാ സമാജത്തിൻ്റെ പ്രവർത്തകരുമൊക്കെ മുന്നിട്ട് ഇറങ്ങി തിരിച്ചാൽ അത് കേരളത്തിലൊരു വലിയ വൻ വിജയമാണ്. നമുക്ക് മുമ്പ് പല സംഘടനകളും ഇതൊക്കെ ആരംഭിച്ചാണ്. പക്ഷേ 3 പ്രാവശ്യവും നമ്മുടെ നബാർഡിൻ്റെ കേരളത്തിലെ ഏറ്റവും മികച്ച സ്വാശ്രയ സംഘങ്ങളുടെ പ്രവർത്തനത്തിലുള്ള അവാർഡ് ലഭിച്ചത് നായർ സർവീസ് സൊസൈറ്റിക്കാണ്. അപ്പം അത്ര ചിട്ടയായ ഒരു പ്രവർത്തനം നമുക്ക് ഈ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിന് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സെല്ല് നമ്മളിവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതുവഴി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വിഘാതമായി നിൽക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളെ തകർത്തെറിഞ്ഞ് മുന്നേറാനുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി നടപ്പാക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. നമ്മളൊക്കെ അറിവുള്ളവരാണ്. പക്ഷേ ആ അറിവല്ല, അതിനേക്കാൾ ഉപരിയായ അറിവുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നിത്യജീവിതത്തെ പരിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ സെല്ല് വഴികൾ എത്രയോ പ്രോഗ്രാമുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 100-ലധികം പ്രോഗ്രാമുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ആളുകൾ നമുക്കുണ്ട്. വളരെ പ്രഗത്ഭരായ ആളുകളുണ്ട്. നമുക്ക് അവരെയൊക്കെ ഉപയോഗിച്ച് ഈ പ്രോഗ്രാമുകളെല്ലാം ചെയ്യാവുന്നതാണ്. അതൊക്കെ സമുദായത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ പ്രവർത്തനങ്ങളിൽ കരയോഗം വേണ്ടത്ര ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ഹിന്ദു സമൂഹം ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തോ അതൊക്കെ ഒരു പോരായ്മയായിട്ട് പലരും പറയാറുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മാത്രമാണ് സമയമില്ലാത്തത്. മറ്റ് സമുദായങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് എത്ര ചിട്ടയായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. 10-14 വയസ്സ് വരെ അവരുടെ കുട്ടികൾക്ക് അവരുടെ മതബോധനം അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പാരമ്പര്യമുള്ള ഒരു മതത്തിൻ്റെ ആ അടിസ്ഥാന മൂല്യങ്ങൾ അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മയക്കുമരുന്നിൻ്റെ പോലുള്ള ഉപയോഗങ്ങളൊക്കെ വളരെയേറെ വ്യാപിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട പെൺകുട്ടികൾക്കാണെങ്കിലും വളർന്നു വരുന്ന പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്ന മാതാപിതാക്കളുടെ എണ്ണം വളരെ പരിമിതമായി തീർന്നു. ഒരു കൂട്ടുകുടുംബത്തിലെ അവസ്ഥയായിരുന്നു അതായിരുന്നില്ല. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഒരുപാട് ഗീതാ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഈ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നൊന്നായി നിന്ന് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ വല്ലയിടത്തും കുറച്ചൊക്കെ അവശേഷിക്കുന്നുണ്ടാകാം. പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പം നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ കൂട്ടായ്മയിൽ നമ്മുടെ സ്ഥാപനത്തിൽ ആചാര്യം പറഞ്ഞിരിക്കുന്ന ഓരോ കരയോഗവും നമ്മുടെ ദേവനും ദേവിയും ആദരാലയവുമായിട്ട് കണ്ട് നമ്മളതിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. അപ്പോൾ നമ്മുടെ ആ കരയോഗത്തിൽ തന്നെ വേണം നമുക്ക് ഈ ക്ലാസ്സുകളെല്ലാം നടത്താനും നമ്മുടെ കുട്ടികൾ മാത്രമല്ല ഏതെങ്കിലും ഒരു ഹിന്ദു കുട്ടി ഈ കാര്യങ്ങൾ പഠിക്കാൻ വന്നാൽ പോലും അതിനൊരു തടസ്സം നമ്മൾ പറയണമെന്ന് എനിക്ക് വ്യക്തിപരമായി അഭിപ്രായമില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്കാണ് അതിൻ്റെ അകത്ത് പ്രാമുഖ്യമുള്ളത്. അവർക്കത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം അത് നമ്മുടെ മാതാപിതാക്കൾ കൃത്യമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ അധ്യാപകരാണ്. കാരണം ഭാഷാപഠന രംഗത്തും അധ്യാപന രംഗത്തും ഏറ്റവും മുന്നോട്ടുള്ള സംഭാവന നൽകിയ ഒരു സമുദായം കൂടിയാണ്. ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ അധ്യാപകരുണ്ട്. വളരെ ശ്രേഷ്ഠരായ അധ്യാപകർ നമ്മുടെ എല്ലാ കാര്യങ്ങളിലുണ്ട്. അപ്പം അവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ നിങ്ങളൊന്ന് അഭ്യർത്ഥിക്കാൻ മതിയാണ്. തീർച്ചയായിട്ടും അവർ വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ നായർ സർവീസ് സൊസൈറ്റി നമ്മളോട് പ്രവർത്തിച്ച് മുന്നേറാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം കരയോഗ ഭാരവാഹികൾ വഴി നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്നു. അപ്പം നമ്മുടെ സർവീസ് സൊസൈറ്റി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി നടപ്പാക്കാൻ കഴിയുന്ന പ്രോഗ്രാമുകൾ അത് നമുക്ക് നൽകാനും അതിന് വേണ്ട പ്രോത്സാഹനം നൽകാനും സാധിക്കുകയുള്ളൂ. അവർക്ക് നേരിട്ട് വന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് നമ്മുടെ കരയോഗങ്ങൾ അത് നടപ്പാക്കിയില്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ തന്നെ നമ്മൾ പിന്നിൽ നിൽക്കുന്നവരായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് സമൂഹത്തിന് മുന്നേ നടക്കാൻ സാധിച്ചില്ലെങ്കിലും കാലത്തിൻ്റെ മുന്നേ നടക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ കാലത്തിനൊപ്പമെങ്കിലും നടക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്.
ആചാര്യൻ്റെ സ്വപ്നവും അത് തന്നെയായിരിക്കും. അപ്പോൾ കലയോഗം എന്ന് പറയുന്നത് ആർക്കും എപ്പോഴും എന്തിനും ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാക്കി നിലനിർത്തണമെങ്കിൽ അത് നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹകരണം ഉണ്ടാകും. വാസ്തവത്തിൽ ഇന്നത്തെ ഈ മീറ്റിംഗ് കാണുമ്പോൾ ആചാര്യൻ്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെ കാണുമ്പോഴാണ്. പുരുഷന്മാരെക്കാൾ 3 ഇരട്ടി സ്ത്രീകൾ ഇതിനകത്ത് വന്ന് പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായും ഈ പ്രസ്ഥാനത്തോടുള്ള ഒരു പൂർണ്ണ സ്നേഹവും നിങ്ങൾക്ക് വേണ്ടി ഇത് നൽകിയിട്ടുള്ള ആ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ കൂടി ഒരു ഉദാഹരണമാണ്. അപ്പം ഞാൻ ഇനി എൻ്റെ വാക്കുകളെ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഇവിടെ പ്രശസ്ത വിജയം നേടിയ നമ്മുടെ വാത്സല്യ വിധികളായ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. അവർക്കൊക്കെ വളരെ നല്ലൊരു ഭാവി ഉണ്ടായി തീരട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആചാര്യൻ്റെയും ജഗദീശ്വരൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടു കൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഒരു എൻഡോമെന്റ് സ്വീകരിക്കലാണ് KG കോമളനാഥൻ നായർ മെമ്മോറിയൽ അവാർഡ്. കരയോഗത്തിൻ്റെ മുൻ ഖജാൻജിയും മുതിർന്ന കരയോഗ അംഗമായിരുന്ന കേട്ടേത്ത് കോമളനാഥൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹസ്മരണയുടെ പ്രതീകമായി സഹധർമ്മിണി ശ്രീമതി കൃഷ്ണകുമാരി കേട്ടേത്ത് നൽകുന്ന KG കോമളനാഥൻ നായർ മെമ്മോറിയൽ എൻഡോമെന്റിനുള്ള സ്ഥിര നിക്ഷേപം സ്വീകരിക്കാനാണ് അടുത്ത ചടങ്ങ്. ഇത് ഈ എൻഡോമെന്റ് സ്വീകരിക്കുന്നത് നമ്മുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ KP ജനാർദ്ദനൻ നായരോടാണ്. നൽകുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ഗോവൻ ആണ്. ഗോപൻ. വാർഷിക റിപ്പോർട്ട് നോക്കിയാൽ അറിയാം, ഇതുപോലെയുള്ള അവാർഡുകളാണ് ഇതുപോലെ ആൾക്കാർ സ്ഥിര നിക്ഷേപം നടത്തുന്ന രൂപയുടെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇത്രയും വിദ്യാഭ്യാസ എൻഡോമെൻറ്റുകളൊക്കെ നൽകുന്നത്. ഏതാണ്ട് 100ഓളം എൻഡോമെൻറ്റുകളായിട്ടുള്ള മംഗല്യനിധി, സുഹൃതം കാരുണ്യക്ഷേമ നിധി, വിദ്യാഭ്യാസ അവാർഡുകൾ, അങ്ങനെ എല്ലാം കൂടെ കൂടി ഏതാണ്ട് ഒരു 100-100-നടുത്ത് സ്ഥിര നിക്ഷേപം കരയോഗത്തിലുണ്ട്. നമ്മുടെ കരയോഗത്തിൽ പറഞ്ഞതുപോലെ കരയോഗത്തിൻ്റെ പ്രിയങ്കരനായിരുന്ന ഖജാൻജി കോമളച്ചേട്ടൻ്റെ സ്മരണാർത്ഥം അടുത്ത വർഷം മുതൽ KG കോമളനാഥൻ നായർ മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡായിട്ട് ഇതുപോലെ ഒരു കുട്ടിക്ക് കരയോഗത്തിൽ നിന്ന് ആ തുക നൽകുന്നതാണ്. തുക നൽകിയ ആ കുടുംബത്തോടുള്ള കരയോഗത്തിന് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അറിയിപ്പുണ്ട്. നമ്മുടെ ഈ പൊതുയോഗത്തിൽ വന്നവർക്ക് ഒപ്പിടിക്കാനായിട്ട് രജിസ്റ്റർ ഉണ്ട്. അത് എനിക്ക് എത്തിക്കണം. ഒരുപാട് പേര് ഒപ്പിടാത്തവരുണ്ട്. അവർക്കായിട്ട് കൈമാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരോ ഒപ്പിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒന്ന് കൈമാറണം. അടുത്തതായി പ്രോത്സാഹന സമ്മാന വിതരണമാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ കരയോഗത്തിൻ്റെ ഏകവരുമാനം പരസ്പര സഹായ നിധിയാണ്. Y സീരീസ് എന്ന് പറയുന്ന പുതിയ പരസ്പര സഹായ നിധിയുടെ ഉദ്ഘാടനമാണ്. മണിലാൽ പത്നാമത്തിന് നൽകിക്കൊണ്ട് പ്രോത്സാഹന സമ്മാനം നൽകിക്കൊണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. മണിലാൽ പത്നാമത്തിനെ ക്ഷണിച്ചു കൊടുക്കും. Y സീരീസിൽ തുടങ്ങുന്ന പരസ്പര സഹായ നിധിയുടെ ഉദ്ഘാടനം പ്രോത്സാഹന സമ്മാനം നൽകിക്കൊണ്ട് ഏറ്റുവാങ്ങുന്നത് മണിലാൽ പത്നാമത്ത്. നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളാടുള്ള മഞ്ചാടും നമ്മുടെ പുന്നാമറ്റത്തെ P. നാരായണൻ നായർ മെമ്മോറിയൽ എൻഡോമെന്റ് തുക ആദ്യകാലത്ത് തന്നെ കരയോഗത്തിൽ മണിച്ചേട്ടൻ നമ്മളെ ഏൽപ്പിച്ചിരുന്നതാണ്. അപ്പോൾ കാലോചിതമായി ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് പുതുക്കണമെന്ന് അദ്ദേഹം കരയോഗ കമ്മിറ്റി അദ്ദേഹത്തിന് ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ സാഹചര്യമുണ്ടെങ്കിൽ ഈ തുക കൂട്ടി ആളുകൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു താല്പര്യാർത്ഥം നമ്മുടെ പ്രിയങ്കരനായ മണിച്ചേട്ടൻ പുന്നാമറ്റത്തിൽ നാരായണൻ നായർ മെമ്മോറിയൽ എൻഡോമെൻറ്റിൻ്റെ തുക അല്പം കൂടി വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് തുക കൂടി അദ്ദേഹം
കരയോഗത്തിൽ ഈ അവസരത്തിൽ സ്ഥിര നിക്ഷേപം നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ആ തുകയാണ് ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത്. കരയോഗം പ്രസിഡന്റ് ആ തുക ഏറ്റുവാങ്ങുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ സാമ്പത്തിക പുരോഗതിക്ക് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ കാരണം നമ്മൾ നടത്തുന്ന പരസ്പര സഹായ നിധികളാണ്. ഒരു കാരണവശാലും നമ്മൾ പരസ്പര സഹായ നിധി നടത്തുമ്പോൾ ആ പൈസ മുഴുവൻ കരയോഗത്തിലേക്ക് എടുക്കുന്നില്ല. ചേരുന്ന ആളുകൾക്ക് മുഴുവൻ ആവശ്യമായ പ്രോത്സാഹനങ്ങൾ കരയോഗം കമ്മിറ്റി നൽകാറുണ്ട്. എല്ലാ പരസ്പര സഹായ നിധിയിൽ ചേരുന്ന ആളുകൾക്കും ഓരോ കാലത്തിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുള്ള സമ്മാനങ്ങളാണ് നൽകി വരുന്നത്. ഇപ്രാവശ്യം ഈ വൈ സീരീസുള്ള പരസ്പര സഹായ നിധി ഈ മാസം ആരംഭിക്കുകയാണ്. ഇപ്പോൾ നല്ല മഴക്കാലമായതുകൊണ്ട് നല്ലൊരു കൊടയാണ് എല്ലാവർക്കും സമ്മാനമായിട്ട് പ്രോത്സാഹനമായിട്ട് നൽകുന്നത്. ഈ പരസ്പര സഹായ നിധിയിലെ പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് ശ്രീ മണിച്ചേട്ടനെ ക്ഷണിച്ചുകൊള്ളൂ. അടുത്തത് അനുമോദനമാണ്. 2021-22 അക്കാഡമിക് ഇയറിൽ ടോപ്പ് വിന്നേഴ്സായിട്ടുള്ള നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള ശ്രീലക്ഷ്മി അസാധ്യമെന്ന് തോന്നുന്ന രീതിയിൽ 1200 മാർക്ക് മേടിച്ചുകൊണ്ട് +2 പരീക്ഷയിൽ ഫുൾ മാർക്ക്, എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് നേടിയ കുട്ടിയാണ്. ഈ കുട്ടിയെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചായിരുന്നു, മണക്കാട് കരയോഗത്തിൻ്റെ അംഗമാണ് നമ്മുടെ അരുൺ, അതായത് നമ്മുടെ കരയോഗത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി അരുണിൻ്റെ സഹോദരി പുത്രിയാണ്. ഈ കുട്ടിയെ ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടുകൂടിയും ക്ഷണിച്ചു കൊടുക്കുന്നു. കുട്ടിയുടെ അച്ഛൻ്റെ പേര് ശിവപ്രസാദ്, അമ്മയുടെ പേര് രശ്മി. വഴുത്തല കുറിഞ്ഞാലിക്കൽ വീട്ടിലാണ് ഇപ്പോൾ. സെന്റ് സെബാസ്റ്റ്യൻ വിജയം നേടിയത്. ശ്രീലക്ഷ്മിയെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിച്ചു കൊടുക്കുന്നു. കൈയടിയൊന്നും പോരാ, കാരണം നല്ല കൈയടി വേണം. അടുത്തതായി പോലാനി ഗോകുലം ബാലഭവനിൽ എത്തിയിട്ടുള്ള സഞ്ജയ് സുനീഷ്. ഗോകുലം ബാലഭവനിൽ എത്തിയിട്ടുള്ള സഞ്ജയ് സുനീഷ്. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയിട്ടുള്ള കുട്ടിയാണ് സഞ്ജയ് സുനീഷ്. കുമാരമംഗലം MKNM ഇതിലാണ് പഠിക്കുന്നത്. അടുത്തതായി അനീഷ് R ബാലവൻ, ഗോകുലം ബാലവനിലെ കുട്ടിയാണ് അനീഷ്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടി അനീഷ് R. കൃഷ്ണമൂർത്തി നാരായണ മെമ്മോറിയൽ അവാർഡാണ്. അടുത്തതായി ഒരു ആശംസ പ്രസംഗമാണ്. വനിതാ സമയത്തെ നയിക്കുന്ന ആക്ടിംഗ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ് ആശംസ അർപ്പിക്കുന്നതിനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിച്ചു. ക്ഷമിക്കണം, നമ്മുടെ പ്രിയങ്കരനായ യൂണിയൻ സെക്രട്ടറി ശ്രീ കെ രാജഗോപാൽ സാറിനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിച്ചു കൊടുക്കും. ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചു കൊടുക്കും. കിട്ടില്ല.
ബഹുമാനായ യോഗാധ്യക്ഷൻ മണക്കാട് കരയോഗം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ KP ജനാർദ്ദനൻ നായർ അവർ, ആദരണീയനായ നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് ശ്രീ KK കൃഷ്ണപ്രസാദ് അവർ, കരയോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീ ജയരാജ്, യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീ ജയശ്രീ ചേട്ടൻ, വനിതാ യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ്, വനിതാ യൂണിയൻ സെക്രട്ടറി ശ്രീമതി പ്രസീത സോമൻ, വനിതാ സമാജം പ്രസിഡന്റ് ശ്രീമതി കോമളകുമാരി, വനിതാ സമാജം സെക്രട്ടറി ശ്രീമതി സുജാത അനിൽ, വനിതാ സമാജം വൈസ് പ്രസിഡന്റ് മായ ടീച്ചർ, വാർഡ് മെമ്പർ ജീന അനിൽ, സരിത ടീച്ചർ, ദിവ്യ ടീച്ചർ, മറ്റ് കരയോഗ ഭാരവാഹികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ചില വ്യക്തികൾ തൻ്റെ ജീവിതം കൊണ്ട് ചരിത്രം സൃഷ്ടിക്കാറുണ്ട്. മറ്റു ചിലർ ചരിത്രം തിരുത്തിക്കുറിക്കും. ഇനിയും ഒരു കൂട്ടർക്ക് മുമ്പിൽ ചരിത്രം വഴിമാറും. ഈ സ്വഭാവവിശേഷതകളെല്ലാം ഉണ്ടായിരുന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ആചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ. 1914 നായർ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുക വഴി അദ്ദേഹം ചരിത്രം കുറിച്ചു. തന്റെ ജീവിതകാലം മുഴുവൻ ഈ സംഘടനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹം ചരിത്രം തിരുത്തി കുറിച്ചു. തന്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് മുന്നിൽ ചരിത്രം വഴിമാറിക്കൊടുക്കും. നമ്മളെത്ര വർഷങ്ങൾ പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വലിയൊരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. നമ്മൾ എത്ര കണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കി എന്ന് അറിയില്ല. നമ്മുടെ കുട്ടികളോട് ആചാര്യനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടോ എന്നും അറിയില്ല. അദ്ദേഹം ജനിച്ച ദിവസം എന്നാണ് എന്ന് ചോദിച്ചാൽ എത്ര പേര് പറയും? ദിവസം ചിലപ്പോൾ പറഞ്ഞേക്കും ജനുവരി 2 എന്ന്. വർഷം 1878. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യം, നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ എല്ലാം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകും. നമുക്കറിയാം, ഇന്നത്തെ കുട്ടികളുടെ സൗന്ദര്യ സങ്കല്പം നമ്മുടെയൊക്കെ കാലത്തുണ്ടായിരുന്നൊരു സൗന്ദര്യ സങ്കല്പമല്ല ഇന്നത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉണ്ട്. നമ്മുടെയൊക്കെ കാലത്ത് എങ്ങനെയായിരുന്നു? നല്ല വൃത്തിക്കും മനയ്ക്കും വെടിപ്പിനും നല്ല ഷർട്ടും മുണ്ടും ഒക്കെ ഉടുത്ത് നല്ല തേച്ച് മിനിക്ക് നടക്കുന്ന, ക്ലീൻ ഷേവൊക്കെ ചെയ്ത് അല്ലെങ്കിൽ മീശ വെച്ചുകൊണ്ട് ഷേവൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരെ ആയിരുന്നു, ആണുങ്ങളെ ആയിരുന്നു, അല്ലെങ്കിൽ സാരി ഉടുത്ത് നടക്കുന്ന പെൺകുട്ടികളൊക്കെ ആയിരുന്നു പ്രശ്നം. ഇന്നത്തെ പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന് ആലോചിച്ചു. ഏറ്റവും കൂടുതൽ പോകുന്ന നമ്മൾ സമുദായത്തിലാണ്. ഏറ്റവും കൂടുതൽ മറ്റുള്ള ജാതിക്കാരുടെ കൂടെ വിവാഹം കഴിച്ചു പോകുന്നത് നമ്മുടെ പെൺകുട്ടികളാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ, പ്രണയം ശരി, നമ്മളതിനെ എതിർക്കുന്നില്ല. ജാതി നോക്കി പ്രണയിക്കാനും പറ്റില്ല, ശരി, നമ്മൾ അംഗീകരിക്കും. പക്ഷേ ഇവരെന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയൊന്നും ചിന്തിക്കുന്നത്? നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഒന്നുകിൽ ജോലി വേണം, നല്ല ജോലി ഉണ്ടായിട്ടാണ് ഞാൻ ഇന്നയാളുടെ കൂടെ പോയത് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ സൗന്ദര്യം വേണം, അല്ലെങ്കിൽ സമ്പത്ത് വേണം. ഇതൊന്നുമില്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മുടി വെട്ടാറില്ല, ഷേവ് ചെയ്യാറില്ല, നല്ല വസ്ത്രം കൊടുക്കാറില്ല, കുളിക്കണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മുടെയൊക്കെ പെൺകുട്ടികൾ പോകുന്നത്. ആലോചിച്ച് ഇവർക്കൊക്കെ എന്ത് പറ്റിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കും.
ഇപ്പോൾ കാലഘട്ടത്തിന് നമുക്കറിയാം, കാലഘട്ടത്തിന് മാറ്റം ഉണ്ടാകും. നമ്മുടെയൊക്കെ ജീവിച്ച ആ ഒരു സാഹചര്യമല്ല ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ. 2-3 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മൊബൈലൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ആ മൊബൈലിലെ എല്ലാ കാര്യങ്ങളും അവരുടെ 5, 6, 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും മൊബൈലിലെ സർവ്വ കാര്യങ്ങളും മനസ്സിലാവും അവരോട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ നമ്മുടെ കാലത്തൊന്നും ഇതില്ലായിരുന്നു. അപ്പോൾ കാലഘട്ടം മാറുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവണം. നമ്മുടെ ആചാരങ്ങൾ അനാചാരങ്ങളാകുന്നില്ല. നമുക്കൊരു ആചാരങ്ങളുണ്ട്. നമ്മുടെ സമുദായത്തിന് ഒരു സംസ്കാരമുണ്ട്. നായർ സമുദായത്തിൻ്റെ സംസ്കാരമാണ് കേരളത്തിലെ സംസ്കാരം എന്ന് പറയുന്നത്. ആ ഒരു മഹത്തായ സംസ്കാരം നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. നമുക്കെന്താണ് ആനുകൂല്യങ്ങളില്ലാത്തത്? നമുക്ക് ആനുകൂല്യങ്ങളില്ലാതെ തന്നെ ഒന്നാമത്തെ കഴിവുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആനുകൂല്യങ്ങളില്ലാത്തത്. നമുക്ക് ആനുകൂല്യങ്ങൾ വേണ്ട. നമ്മുടെ കുട്ടികൾ എവിടെയെങ്കിലും 1ാം സ്ഥാനത്തോ അല്ലെങ്കിൽ അവർ നല്ല നേതൃസ്ഥാനത്തേക്ക് വന്നെങ്കിൽ അത് ആരുടെയും ഔദാര്യം കൊണ്ടല്ല, അത് അവരുടെ കഴിവുകൊണ്ടാണ് നമുക്ക് നേടുന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ ആ ഒരു നല്ല സങ്കല്പമുള്ള, സംസ്കാരമുള്ള, കഴിവുള്ള സമുദായമാണ് നമ്മുടെ സമുദായം. ആ സമുദായം ഈ രീതിയിൽ അധപ്പതിച്ചു പോകാൻ നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെ സംരക്ഷിച്ച് എതിർത്തേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ കാലഘട്ടത്തിന്റെ മാറ്റം ഉണ്ടാകും, അത് നമ്മൾ അംഗീകരിക്കണം. അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെയൊക്കെ അന്നൊരു 8 വയസ്സുള്ള കുട്ടി, 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, അതൊന്ന് സങ്കല്പിക്കുക. ഒരു ക്ലാസ്സിലിരുന്ന് സംസാരിക്കാൻ വിചാരിക്കുക. അപ്പൊ അന്ന് നമ്മുടെ കൂടെ ആ ടീച്ചർ പറയുകയാണ്, നമ്മുടെ സമയത്ത്, നമ്മുടെ ആ കാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ടീച്ചർ പറയുകയാണ്, ഇനി നീ അവിടെ നിന്ന് സംസാരിച്ചാൽ നിന്നെ ഞങ്ങൾ പെൺകുട്ടികളുടെ ബെഞ്ചിൽ കൊണ്ടിരുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ തലമുറയിൽപ്പെട്ട ആൾക്കാർ എന്ന് പറയും, വേണ്ട ടീച്ചറെ, ഞാൻ ഇനി സംസാരിക്കില്ല, മര്യാദ കൂടെ ഇരുന്നോളാം എന്ന് പറയും. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളോട് 8 വയസ്സുള്ള അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോടാണ് ഈ ടീച്ചർ ഇങ്ങനെ പറയുന്നതെങ്കിൽ അവരെന്താ പറയുന്നറിയോ? വെറുതെ കൊതിപ്പിക്കലേ ടീച്ചർ എന്ന് പറയും. അപ്പൊ ഈ മാറ്റം കൊണ്ട് നമ്മൾ പഠിച്ചിരുന്ന കാലവും വളർന്ന കാലവുമല്ല ഇന്നത്തെ കാലം. ആ കുട്ടികളെ മനസ്സിലാക്കി നമ്മൾ കൊണ്ടുപോകണം. അപ്പൊ നമ്മുടെ വേദങ്ങളെക്കുറിച്ചോ ഗീതകളെക്കുറിച്ചോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലായെന്നില്ല. അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ആധ്യാത്മിക കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. ആ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ സംസ്കാരവും നായർ സമുദായത്തിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാലോ. ഒരു കാലഘട്ടത്തിൽ നമ്മളെ നയിച്ചുകൊണ്ടിരുന്ന നായർ സമുദായമാണ്. രാഷ്ട്രീയത്തിലായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും എല്ലാം അതൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ അതിനെ വീണ്ടും നമ്മുടെ സമുദായത്തെ ഉയർത്തണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണം. നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് വരണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ കുട്ടികളാണ് അടുത്ത തലമുറ, അടുത്ത ഭാവി. നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. അവരെ മനസ്സിലാക്കി അവരെ ഒപ്പം നിർത്തണം. അവർക്ക് നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ അച്ഛനും പറയും, നമുക്ക് അവനല്ലെങ്കിൽ അവർക്ക് എന്താ കുറവ്, എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് എന്ന് പറയും. പക്ഷേ അതോടൊപ്പം നമ്മൾ സ്നേഹവും കൂടി അവർക്ക് കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതായാലും മണക്കാട് NSS കരിയോഗത്തിന് ഞാൻ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇതിൻ്റെ ഭാരവാഹികൾക്ക് ജഗദീശ്വരൻ്റെയും മന്ദതാചാര്യൻ്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് NSS. വീണ്ടും എൻഡോമെന്റ് നൽകലാണ്. നമ്മുടെ ആദ്യം നൽകിയ എൻഡോമെന്റ് വട്ടത്തട്ടുപാറയിൽ കമലാക്ഷി അമ്മ മെമ്മോറിയൽ അവാർഡാണ് ആദ്യം നൽകിയ ശ്രീലക്ഷ്മി നൽകിയത്. രണ്ടാമത് സംഗീത് സുരേഷ് നൽകിയത് പേപ്പതി PN ഗോപിനാഥ കൈമൾ മെമ്മോറിയൽ അവാർഡാണ്. മൂന്നാമത് നൽകിയത് കുറ്റാമ്പട്ടത്തിൽ നാരായണ നായർ മെമ്മോറിയൽ അവാർഡാണ്. അടുത്തതായി ഹരിനായർ മെമ്മോറിയൽ അവാർഡാണ്. സൂര്യലക്ഷ്മി വിദ്യാശ്രേഷ്ഠ അവാർഡ് ഏറ്റുവാങ്ങുന്നത് ആരതി P നായർ. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ കുമാരി ആരതി P നായർ. കോലാനി പ്രഭാകര മന്ദിരത്തിൽ ശ്രീ പ്രഭാകരൻ നായരുടെയും ശ്രീമതി ഭദ്രയുടെയും മകളാണ്. BA MA ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള കൂടിയാണ് ആരതി P നായർ. ആരതി എത്തിയിട്ടുണ്ടോ? പനി എന്നറിയിച്ചിട്ടുണ്ട്. അടുത്തതായി കൃഷ്ണേന്ദുവാണ്. നമ്മുടെ വെണ്ണയിൽ അനിച്ചേട്ടൻ്റെയും രാജിയുടെയും മകൾ
കൃഷ്ണേന്ദു. മുൻ കമ്മിറ്റി അംഗമായിരുന്ന വെണ്ണിൽ അനിൽകുമാറിന്റെയും രാജശ്രീയുടെയും മകളാണ് കൃഷ്ണേന്ദു. ന്യൂമാൻ കോളേജിൽ നിന്നും തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്നും BSc-ക്ക് 8ാമത്തെ റാങ്ക് നേടിയാണ് ഈ കുട്ടി ഉന്നത വിജയം നേടിയത്. ഹരിനായർ സൂര്യശ്രീ വിദ്യാനികൻ അവാർഡ് കൂടാതെ ഗായത്രി ദേവി വിദ്യാഭ്യാസ അവാർഡാണ്. നല്ല കൈയ്യടി വേണം, കാരണം നല്ല വിജയം നേടിയത് 8ാമത്തെ റാങ്ക് നേടിയിരിക്കുകയാണ്. ഈ എൻഡോമെന്റ് സ്വീകരിക്കുന്നവര് നമ്മുടെ ഒരു വൗച്ചറിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം പോവാൻ. ശ്രദ്ധിക്കുക, വാങ്ങിച്ചിട്ടുള്ള കുട്ടികളെല്ലാം വൗച്ചറിൽ ഒപ്പിട്ട് കൊടുക്കണം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി യൂണിയൻ കമ്മിറ്റി അംഗം ഡോക്ടർ P. കേസരി അവരുടെ ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചു കൊടുക്കുന്നു. യൂണിയൻ സെക്രട്ടറി വേദിയിലിരിക്കുന്ന യൂണിയൻ അംഗങ്ങൾ, ടീച്ചർമാർ, മറ്റ് നമ്മുടെ കരയോടുക്കുന്ന 170 നമ്പർ സംബന്ധിക്കുന്ന എല്ലാ കരയോടുന്നവരും എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എന്തായാലും ഒരുപാട് സമയം വൈകി, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. വൈകി തുടങ്ങിയ മീറ്റിംഗിൽ സംസാരിച്ച സമയം കളയുന്നതും ഒന്നും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ സംസാരം വളരെ കുറയ്ക്കുന്നു. എനിക്കാകെ ഇപ്പോൾ പറയാനുള്ളത് നമ്മളുടെ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ ഓരോ കുട്ടികൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. അവരുടെ ഭാവി പുരോഗമിക്കട്ടെ, പ്രശസ്തമായ രീതിയിൽ വളർന്നു വരട്ടെ. മറ്റു കാര്യങ്ങൾ ബാക്കിയുള്ള ഓരോ നമ്മളുടെ സംഘടന കാര്യങ്ങളാണെങ്കിലും അതേപോലെ പ്രവർത്തന കാര്യങ്ങളാണെങ്കിലും NSSന്റെ ചരിത്രമാണെങ്കിലും എല്ലാം നമ്മൾ കേട്ടു. എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. നമസ്കാരം. ഒരു എൻഡോമെന്റ് കൂടി പുതുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കളരിക്കൽ രാമകൃഷ്ണൻ നായർ മെമ്മോറിയൽ എൻഡോമെന്റ് ആണത്. നേരത്തെ തന്നെ ഇവിടെ സ്ഥിര നിക്ഷേപം നടത്തുകയും കഴിഞ്ഞ കാലങ്ങളിലെ വാർഷിക പൊതുയോഗങ്ങളിൽ ഇതുപോലെ കുട്ടികൾക്ക് എൻഡോമെന്റ് വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ഒരു തുക കൂടി അല്പം കൂടി പുതുക്കണമെന്ന് കളരിക്കൽ അമ്മണി ചേച്ചി തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു നിക്ഷേപം ഈ വേദിയിൽ വെച്ച് സ്വീകരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് തുക നൽകുന്നതിന് അമ്മണി ചേച്ചിയെ ക്ഷണിച്ചു കൊടുക്കും. നമ്മുടെ മുതിർന്ന അംഗം മാലതി രാമകൃഷ്ണൻ നായർ നൽകുന്ന മെമ്മോറിയൽ അവാർഡ് ഏറ്റുവാങ്ങുന്നത് പ്രിയങ്കരനായ പ്രസിഡന്റ് CKP ജനറൽ. അടുത്തത് ഒരു എൻഡോമെന്റ് കൂടി വിതരണം ചെയ്യുകയാണ്. പടമറ്റത്തിൽ ദാമോദരൻ നായർ മെമ്മോറിയൽ എൻഡോമെന്റ്.
നമുക്ക് ദാമോദരൻ ചേട്ടനെ അറിയാവുന്നവർക്ക് അറിയാം, നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവനത്തിൻ്റെ മുഖമുദ്രയായിരുന്നു അദ്ദേഹം. ഞാനൊക്കെ ഈ കരയോട് മന്ദിരം പണിയുന്ന കാലത്ത് അതിൻ്റെ A to Z കാര്യങ്ങൾ നോക്കി ഓടി നടന്ന നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്ത ഒരു മാന്യ വ്യക്തിയായിരുന്നു അദ്ദേഹം. പടമറ്റത്തിൽ ദാമോദരൻ നായർ മെമ്മോറിയൽ എൻഡോവ്മെന്റ് എന്ന് പറഞ്ഞ് 2 നിക്ഷേപം ആ കുടുംബക്കാർ തന്നെ നമ്മുടെ കരയോഗത്തിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്ന അവാർഡ് അന്നത്തെ ദാമോദരൻ ചേട്ടൻ ഖജാൻജി ആയിരുന്ന സമയത്ത് കരയോഗം പ്രസിഡന്റായിരുന്ന B. കൃഷ്ണൻ നായർ സാർ ഏർപ്പെടുത്തിയ അവാർഡാണ്. അദ്ദേഹം വളരെ നിർബന്ധപൂർവം പറഞ്ഞിട്ടുണ്ട്, കരയോഗത്തിൽ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന ഒരു ആൾക്ക് അതിൻ്റെ ക്യാഷ് അവാർഡ് അദ്ദേഹം നൽകുന്നതാണ്, അതിനു വേണ്ടി വരുന്ന പൈസ അദ്ദേഹം നൽകുന്നതാണ്. അത് പടമറ്റത്തിൽ ദാമോദരൻ ചേട്ടൻ്റെ മെമ്മോറിയലായിട്ട് കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിസ്വാർത്ഥമായിട്ട് കരയോഗ പ്രവർത്തനം നടത്തിയ ആളെ നമ്മൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ അത് നമ്മൾ വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നില്ല കഴിഞ്ഞ വർഷം. അപ്പോൾ D. കൃഷ്ണൻ നായർ സാറായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും കമ്മിറ്റിയുടെ നിർദ്ദേശവും ഒരാൾക്കായി വരികയും അങ്ങനെ കമ്മിറ്റി അയാളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചെലവും അവാർഡും എല്ലാം തന്നിരിക്കുന്ന D. കൃഷ്ണൻ നായർ സാറാണ്. പടമറ്റത്തിൽ ദാമോദരൻ നായർ മെമ്മോറിയൽ എൻഡോവ്മെന്റ് എന്ന പേരിൽ നിസ്വാർത്ഥ കരയോഗ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആള് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ കരയോഗത്തിന് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായ സേവനം നടത്തുകയും വിവാഹമായിക്കോട്ടെ മരണാന്തര കർമ്മമായിക്കോട്ടെ ഏതുമായിക്കോട്ടെ ഏകദേശം ഒരു മുഴുവൻ സമയ പ്രവർത്തനം അവിടെ നടത്തുകയും ചെയ്തിട്ടുള്ള സുപരിചിതനായിട്ടുള്ള കരയോഗം വൈസ് പ്രസിഡന്റ് ശ്രീ G. രവീന്ദ്രൻ നായർ അവരുടെയാണ്. ഈ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിയൻ പ്രസിഡന്റ് ഈ അവാർഡ് നൽകുന്നതാണ്. ഈ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കരയോഗം വൈസ് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പടമറ്റത്തിൽ ദാമോദരൻ നായർ മെമ്മോറിയൽ നിസ്വാർത്ഥ സേവനത്തിനുള്ള അവാർഡ്. അഞ്ചേകാലം മുതൽ നമുക്ക് ഭക്ഷണം തുടങ്ങണം. 6:30 ആകുമ്പോൾ പരിപാടി അവസാനിപ്പിക്കണം. അപ്പോൾ തിരക്ക് ഉണ്ടാക്കാതെ ആളുകൾ ഭക്ഷണം മേടിച്ച് ഇവിടെ ഇരിക്കാം. സ്കൂളിൻ്റെ വരാന്തയിൽ വേസ്റ്റ് ഇടുന്നതിന് പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള പാത്രത്തിൽ തന്നെ ഇടണം. നാളെ ക്ലാസ് ഉള്ളതാണ്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആഹാരം മേടിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ അത് 5:15 മുതൽ ഭക്ഷണം കൊടുത്തു കിടക്കും. 6:30യോടുകൂടി നമുക്ക് പരിപാടി അവസാനിപ്പിക്കണം. അപ്പോൾ പരിപാടി തുടരുകയാണ്. വീണ്ടും എൻഡോവ്മെന്റിൽ കിടക്കുകയാണ്. ആദിത് ജ്യോതിഷ് തോട്ടത്തിട്ടേ ഇളമ്പ്രാശ്ശേരി സരസ്വതി അമ്മ മെമ്മോറിയൽ അവാർഡാണ് ഈ കുട്ടി ഏറ്റുവാങ്ങുന്നത്. കുമാരമംഗലം NKLM HSS നിന്നും ഫുൾ മാർക്ക് നേടി ഫുൾ A+ പാസ്സായ കുട്ടിയാണ് ആദിത് തോട്ടത്തിലെ ജ്യോതിഷിന്റെയും അർച്ചനയുടെയും മകനാണ്.